അപ്പോൾ ചങ്കളെ നമ്മളെ ഓട്ടോ യാത്ര 4-5 രാജ്യങ്ങൾ കൂടെയുള്ള ഓട്ടോ യാത്ര 6 മാസത്തെ പരിപാടി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്ന് മുതൽ നമ്മൾ ഓട്ടോയുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതാണ് നമ്മളെ ഓട്ടോ സ്റ്റിക്കർ. കഴിഞ്ഞ ഓൾ കേരള ഓട്ടോ യാത്രൻ്റെ സ്റ്റിക്കർ വർക്ക് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നിലവിൽ പിന്നെ അപ്പോളിസ്റ്റ് വർക്ക്, ചെറിയ പിന്നെ പെയിൻറ്റിങ്സ് ഞാൻ ചിലപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കണുള്ളൂ. പിന്നെ സീറ്റുകൾ ഒന്ന് മാറ്റണം എന്നുണ്ട്, ചേഞ്ച് ആക്കണം. പിന്നെ അങ്ങനെ മെയിനായിട്ട് വരുന്നത് പാച്ച് വർക്കുകൾ ഒക്കെയാണ്, ചെറിയ രീതിയിലുള്ള പാച്ച് വർക്കുകൾ എടുക്കാണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ നമ്മളിങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഏകദേശം നമ്മളെ സ്റ്റിക്കർ കാണുന്നത് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മളെ എക്സ്ട്രാ ഫിറ്റിങ്സ് ലൈറ്റിംഗ് പരിപാടികളൊക്കെ ഒരു ടീം വിളിച്ചിരുന്നു. അന്ന് എന്തായാലും പറയണം, നമ്മൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ എല്ലാവരെയും കൂടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്, പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ വലിയൊരു ബഡ്ജറ്റുള്ള ഒരാളൊന്നല്ല, നമ്മൾ കഴിയുന്ന ബഡ്ജറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പാച്ച് വർക്കുമായി ബന്ധപ്പെട്ട് അതുമാതിരി ഓട്ടോയും മറ്റ് വർക്കുകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ താല്പര്യമുള്ളവരെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. ചെറിയ എമൗണ്ടിൽ, ഏറ്റവും കുറവ് എമൗണ്ടിൽ എവിടെ നിന്നാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും. നമ്മൾ ഓട്ടോറിക്ഷയുടെ വർക്കുകൾ മുതൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും, എല്ലാ വീഡിയോസുകളും വരും. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പാച്ച് വർക്കാണ്. പിന്നെ അങ്ങോട്ട് സീറ്റിൻ്റെ പരിപാടികൾ, അങ്ങനെ ടോട്ടൽ പരിപാടി 1-2 സെക്ഷൻസിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വർക്കുകളൊക്കെ. അവർ ചെയ്യാമെന്ന് പറഞ്ഞു, 1-2 ടീംസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാച്ച് വർക്ക് മുതൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാരെങ്കിലും ഓട്ടോ പാച്ച് വർക്ക് ചെയ്യുന്ന ടീംസൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ റേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.